ഹായ് ഹലോ അസ്സാം വലൈക്കും. നസ്ഫറുനിസ 27 എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ലേ പൊട്ടിക്കലിലൊരു വില കുറഞ്ഞ സ്ഥലം നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടിക്കലിലേക്ക് വീണ്ടും പോയിട്ടോ. അപ്പോൾ പോയപ്പോൾ ഇതാ കിടക്കണ എൻ്റെ മക്കൾ ആ വെള്ളത്തിൽ 1 മണിക്കൂർ ആ വെള്ളത്തിൽ ആസ്വദിച്ചിട്ട് അവർ രണ്ടുപേരും ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഇതിൻ്റെ മുന്നേ ഷോർട്ട് ഇട്ടില്ല. അവരിങ്ങനെ പറയുക ഇവിടെ തന്നെ വാങ്ങുമ്മ ഇവിടെ തന്നെ വാങ്ങുമ്മ അങ്ങ് പറയുക. വാങ്ങാൻ കഴിയട്ടെങ്ങളൊക്കെ ദുആ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പം അത് സംസാരിക്കുന്ന ഒരു പൂക്കോട്ടുപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് വേഗം പൂക്കോട്ടുപാടത്തേക്ക് പോയി. പൂക്കോട്ടുപാട് പോയപ്പം നമ്മളെ മെയിനാളെ ബിസ്മി വ്ളോഗില്ലേ, അവൾ അംഗനവാടിയിൽ നിന്ന് വരുന്ന കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓട്ടോറിക്ഷയിലുള്ള ഓര് പറഞ്ഞ് ഞങ്ങൾ ഷോപ്പിലിരുന്നോ, അവർ വരുന്നവരെ ഷോപ്പിലിരുന്നോ പറഞ്ഞ് 1 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലിരുന്ന് പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പൂക്കോട്ടുപാടത്തുള്ള ഷോപ്പായിരുന്നു കേട്ടോ. നല്ലൊരു സ്വഭാവം അവിടെയുള്ള സ്റ്റാഫിന്. അപ്പോൾ അവൾ ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് കുറേ ചിരിച്ചു. പിന്നെ ടൈം പോയതേ അറിഞ്ഞില്ല. ഭയങ്കര സന്തോഷം കേട്ടോ. ഇൻഷാ അല്ലാഹ് എനിക്ക് അവിടെ താമസിക്കാനൊക്കെ വിധി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവരൊക്കെ ആയിട്ട് നല്ലൊരു പരിചയമാവുമല്ലോ. എന്താ പറയുക, എന്താ അറിയില്ല, നല്ല ആ ടൈം അങ്ങോട്ട് കടന്നു പോയതേ അറിഞ്ഞില്ല. ഒരുപാട് സന്തോഷം അവിടെ നിന്നപ്പോൾ. ഇപ്പോൾ ഒരു ഷോപ്പാണ്, നല്ല നല്ല ഡ്രസ്സുണ്ട്, പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. പൂക്കോട്ടുപാടത്തെ പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്, ഒരുപാട് നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പൂക്കോട്ടുപാടത്തു നിന്ന് 5:30-6 മണി ആയിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേന്. അപ്പോൾ ഞങ്ങൾ നേഹ നൗഷാദ് പറഞ്ഞിട്ടുള്ള ഫാമിലീനെ അവിടേക്ക് വിളിച്ച് ചോദിച്ചു. ഞങ്ങൾ കോഴിക്കോടേക്ക് എത്തുമ്പോഴത്തേനൊക്കെ നേരം വൈകും. അപ്പോൾ അവളോട് വിളിച്ച് ചോദിച്ചു, അതിന് മുന്നേ വിളിച്ച് ചോദിച്ചിട്ടോ നേരം വൈകുന്നത് കണ്ടപ്പം സജന നീ വീട്ടിലേക്ക് വരട്ടെ, എനിക്ക് ബുദ്ധിമുട്ടാവും. അവളെ ഒറ്റയടിക്ക് പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടടായി ഇങ്ങോട്ട് പോരുകയെന്ന്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവൾ ഗ്രില്ല് ചെയ്ത് ചിക്കനും ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ഹസ്ബൻഡ് പിന്നെ ബ്ലൈൻഡാണ്. പക്ഷെ ബ്ലൈൻഡാണ് എന്നുള്ള ഒരു ഇതും ഇല്ല കേട്ടോ. അവിടെ കണ്ണ് കാണൂല എന്നുള്ളതല്ല, നല്ല ഉൾക്കാഴ്ചയുള്ള വ്യക്തിയാണ്, നമ്മളെക്കാളും കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഭയങ്കര ഇത് കേട്ടോ. അപ്പോൾ അവരെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം നമ്മളെപ്പോഴും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി. അവർക്ക് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്താ പറയുക, നമ്മളൊക്കെ അല്ലേ ഉള്ളൂ, നമുക്കൊരു വീഡിയോ കണ്ടു കൊടുത്താൽ പറ്റുള്ളൂ. നമുക്ക് അവർ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കണ്ട് സഹായിക്കണം കേട്ടോ. ഇത് നേഹമോളാണ് കേട്ടോ, അവളെ പേരിലാട്ടോ ചാനൽ. ഇവിടെ കുറച്ച് ഡാൻസൊക്കെ കളിക്കട്ടെ. അപ്പോൾ അവിടെ മുറ്റത്ത് പേരക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുട്ടും ചിക്കൻ കറിയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ പേരക്ക തോട്ടത്തിലേക്ക് വന്ന് പേരക്ക ഇറക്കിയിട്ട് നല്ല നല്ല ടേസ്റ്റുള്ള പേരക്കയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പേരക്കൊക്കെ പറിച്ച് പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. പക്ഷെ ഇതിനിടയിൽ രാവിലെ ഒരു സംഭവം നടന്നിട്ടോ. എൻ്റെ ആയിഷമ്മൾക്ക് തീരെ നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നടക്കാൻ പറ്റുക, എന്താ പറയുക, എണീറ്റ് ചെയ്യുമ്പോൾ നടക്കാൻ പറ്റുക, BP കുറഞ്ഞതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരലുണ്ട്. സ്കൂളിൽ പോയാലൊക്കെ തലകറക്കും, ഇങ്ങനെ കാല് കൊഴിഞ്ഞു പോവുക, അങ്ങനെ കാൽസ്യമൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുറഞ്ഞു ഉണ്ടായിരുന്നു. അതിനൊക്കെ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഭയങ്കര മടിയാണ് മെഡിസിൻ കഴിക്കാൻ കേട്ടോ. ഇത് അവിടെ പിന്നെ ഡബ്ബർ ഷീറ്റ് അടിക്കുന്ന കേട്ടോ. അപ്പോൾ അവിടുന്ന് അയാളെടുത്തുനിന്ന് ആ ഡബ്ബർ ഷീറ്റും തൊടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ. ഞാൻ ഇതുവരെ ഡബ്ബർ ഷീറ്റ് ഇങ്ങനെ കണ്ണുകൊണ്ട് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുക അല്ലാതെ ഇതുവരെ നേരിട്ടിട്ടായി കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ അതൊരു അനുഭവമാട്ടോ. നമ്മൾ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയല്ലേ. അങ്ങനെ പിന്നെ ഐഷുമോളെ കാര്യം പറയുകയാണെങ്കിൽ ഉപ്പിട്ട വെള്ളമൊക്കെ കൊടുത്തപ്പോൾ ഉഷാറായി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് രക്ഷയായിട്ട്. പിന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നേഹക്കുട്ടീനോടും ഉമ്മനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീഡിയോ എടുത്തതാട്ടോ. ഞങ്ങൾ പോകുന്ന സങ്കടത്തിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ കുഞ്ഞോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തതാട്ടോ. പാവം തോന്നുക, കുട്ടികളെ കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് മലപ്പുറത്തൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. 1 വർഷമായിട്ട് പരിചയമുള്ള ഇബ്രാഹിം കാക്കൻ്റെ മോളെ കല്യാണമായിരുന്നു. എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് അടുപ്പിച്ചായിട്ട് ഇപ്പോൾ കല്യാണം പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബിരിയാണി ഇതൊക്കെ കഴിച്ചിട്ട്. ഇതിൻ്റെ ഇടയിൽ ഐഷുവിന് വയ്യാത്ത അവസ്ഥ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാഹ് റാഹത്തായി, പേടിക്കാനൊന്നുമില്ല. പിന്നെ നേഹ നൗഷാദ് പറഞ്ഞ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കഴിയുന്നവരൊക്കെ കേട്ടോ. അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിരിയാണി നല്ല കടായിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ ഞങ്ങൾ റാഹത്തായിട്ട്. പിന്നെ ഇതിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.
ബായ്.